Hi, hello dear students. Welcome back to Future Plus Academy, SNGOU Introduction to Literary Genre എന്ന് പറഞ്ഞിട്ടുള്ള BA English core paper live ലേക്ക് എല്ലാവർക്കും സ്വാഗതം. So കുറേ പേര് വെയിറ്റിംഗിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരും കാണാനില്ല, എന്തായാലും വരും എന്ന് വിചാരിക്കുന്നു. സോ ആഫ്റ്റർ break നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ സെക്കൻഡ് പാർട്ടാണ് ഗുരു ക്രാഷ് ബാച്ചിന്റെ. ഓൾറെഡി നിങ്ങൾ ഇതേ സ്റ്റുഡൻസ് ഫസ്റ്റ് സെമ്മിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഗുരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് പിന്നെ സെക്കൻഡ് സെമ്മിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 30 ദിവസത്തെ ക്രാഷ് കോഴ്സ് ആണ്. സോ ഫീസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം UG സെക്കൻഡ് സെമ്മിന്റെ ക്ലാസ് ആണ് അല്ലെ, ഓൾറെഡി എക്സാമിനേഷൻ ആണ് യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ. സോ BA ഇംഗ്ലീഷ്, BA സോഷ്യോളജി, BCom, BA ഹിസ്റ്ററി, അതുപോലെ തന്നെ BA മലയാളം, ഇത്രയും പ്രോഗ്രാമിലേക്കാണ്, ഇത്രയും കോഴ്സുകളിലേക്കാണ് നമ്മളിപ്പം ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുള്ളത്. സോ ദോസ് ഹു വിഷ് ടു ജോയിൻ, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ക്രാഷ് കോഴ്സിന് നിങ്ങൾക്ക് ഈ ഒരു ഗുരു ബാച്ചിലൂടെ 30 ദിവസത്തെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ കയറാം. ആപ്ലിക്കേഷൻ ആക്സസ് ഉണ്ടാവും, PPT നോട്ടും മെന്റർ സപ്പോർട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലൈവ് ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ Zoom 2020 റിവിഷൻ ലീഗ് ലൈവ് ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ലൈവ് ക്ലാസ്സുകൾക്കും മറ്റുമായിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, 2 നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്രാഷ് കോഴ്സിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സോ വൺസ് അഗെയിൻ ക്രാഷ് കോഴ്സ് ബാച്ചിനെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ എക്സാമിനേഷൻ അടുത്തു. ഇനിയിപ്പോൾ വളരെ ഒരു മാസം, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 17-നാണ് നിങ്ങൾക്ക് പരീക്ഷ പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് ഒരു മാസം. സോ ഒറ്റ മാസം മുന്നേ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ലൈവും കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സോ മാക്സിമം എല്ലാവരും എന്താ പറയുക, ക്ലാസ്സസ് നന്നായിട്ട് പഠിക്കുക, പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ ഫൈൻ. സോ ആരെങ്കിലും ഒക്കെ ലൈവിൽ ഉണ്ടെങ്കിൽ ഹംന ഉണ്ട്, ഹംന നമ്മുടെ സ്റ്റുഡൻറ്റാ. ഹായ് ഹംന. അപ്പം എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റുഡൻസിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ലൈവ് ആണ് എന്നുള്ളത്. സോ ഈ ഒരു പേപ്പറിൽ നമ്മൾ ബേസിക്കലി നമുക്ക് അറിയാം കോർ പേപ്പർ ആണ് അല്ലെ, ഇംഗ്ലീഷിന്റെ കോർ പേപ്പർ ആണ്. സെക്കൻഡ് സെമ്മിൽ നിങ്ങളുടെ കോർ പേപ്പർ ആണ് ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ജോണർ, പോയിട്രി ആൻഡ് ഡ്രാമ എന്നുള്ളത്. ഫൈൻ. ഓക്കെ. സോ ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. അത് പറയാൻ മറന്നുപോയി. അപ്പം ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഫൈൻ. ഓക്കെ. അപ്പം ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസ് കുറച്ച് പേര് ഉണ്ട്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ, മെൻഷൻ ചെയ്യൂ. എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ വോയിസ് ഓഡിബിൾ ആണോ എന്ന് പറയോ ഹംന? ഹംന മാത്രമേ മെസ്സേജ് അയക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഹംനന്റെ പേര് വിളിച്ചത്. നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരും പേര് നമ്മളിങ്ങനെ എടുത്തെടുത്ത് പറയാം. ഓക്കെ. ഹായ് ഷഹീദ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ്, കുറേയൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ്. പുറത്തുനിന്നുള്ള കുട്ടികൾ ഇപ്പൊ വരുമായിരിക്കും അല്ലെ. ഓക്കെ. സോ ഇനി എന്താ കൂടുതലായിട്ട് പറയാനുള്ളത്? നമുക്ക് കറക്റ്റ് 7:30 തന്നെയാണ് ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറെ പേര് ജോയിനിങ്ങിന് ഫസ്റ്റ് ലൈവ് ആയതുകൊണ്ടിരിക്കും കുറെ കൂടുതൽ കുട്ടികൾ ഇനി അറിയുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, അതൊക്കെയാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. എന്നാലും
നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈവ് സെഷൻ്റെ ഒക്കെ പ്രത്യേകത തന്നെ അതാണ്. എത്രത്തോളം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ഓരോ ഏരിയാസ് ആയിട്ട് കവർ ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ പോകാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്മൾ ഇനിയിപ്പം കുറെ പേർക്ക് ടെൻഷൻ ഉണ്ടാവും, ഞാൻ പഠിച്ചിട്ടില്ല, വായിച്ചു പോലും നോക്കിയിട്ടില്ല ടെക്സ്റ്റ്, അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലൈവ് ക്ലാസ്സുകൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആവും. അപ്പൊ ഷെഹിദ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്, ഹംന പറഞ്ഞു ഓഡിബിൾ ആണെന്ന് പറയുന്നു. ഹായ് അർഷാന. സോ മക്കളെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഹൂവർ ഓർ വാട്ട് എവർ, ആര് വന്നാലും പോയാലും ഇല്ലെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് ലൈവ് സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ ഇനി ലൈവ് സെഷനും കാര്യങ്ങളും ഇത് ഇംഗ്ലീഷിന്റെ മാത്രമല്ല കേട്ടോ, സോഷ്യോളജിന്റെ, ഹിസ്റ്ററിന്റെ, ബികോമിന്റെ, മലയാളത്തിന്റെ ഒക്കെ ലൈവ് സെഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഈ ചാനലിൽ ഇനി മുതൽ അവൈലബിൾ ആയിരിക്കും. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റിന്റെ ആയിട്ടും നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. സോ ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ജോണർ, പോയിട്രി ആൻഡ് ഡ്രാമ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അപ്പൊ ഇതൊരു ഹോൾ ടെക്സ്റ്റില്, അതായത് നിങ്ങൾക്ക് അറിയാം ഈ ഒരു പേപ്പറിൽ എത്ര ബ്ലോക്ക് ഉണ്ട്? 6 ബ്ലോക്കുകൾ ഉണ്ട് അല്ലെ. ഹായ് റംഷി. അപ്പൊ 6 ബ്ലോക്കുകൾ ഉണ്ട്. ഈ ബ്ലോക്കുകളിലെ ഹായ് അമ്പിളി, can you explain assignment questions please എന്ന് ചോദിച്ചിട്ടുണ്ട്. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യണോ? അസൈൻമെന്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ഓൾറെഡി കിട്ടി, എല്ലാവരും അസൈൻമെന്റ് എഴുതാൻ തുടങ്ങി. അത് ഞാനിപ്പോ ഇവിടെ പറയാത്തതാണ്. ഫ്യൂച്ചർ പ്ലസിലെ സ്റ്റുഡൻസ് ഒക്കെ അസൈൻമെന്റ് എഴുതാൻ തുടങ്ങി. അതുപോലെ തന്നെ കുറെ പേർക്ക് എന്താ പറയാ, എല്ലാവരും അസൈൻമെന്റ് എഴുതാൻ തുടങ്ങി ആക്ച്വലി. അപ്പോഴാണ് പെട്ടെന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിക്ലറേഷൻ, ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇന്ന് വൈകുന്നേരമാണ് അറിഞ്ഞത് നമ്മൾ എല്ലാവരും അല്ലെ. അസൈൻമെന്റ് ഡേറ്റ് നീട്ടി എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ് ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അതും കൂടി ഞാൻ ഇതിന്റെ കൂടെ പറയാം. ബിക്കോസ് അവര് പെട്ടെന്ന് നീട്ടിയതല്ല. കാരണം ഒരുപാട് കുട്ടികൾക്ക് പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് എഴുതി പിടിപ്പിക്കണമല്ലോ. ഒരു സബ്ജക്റ്റിന് ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ജോണറിന് 2 സെറ്റാണ്. സെറ്റ് 1ഉം 2ഉം ആണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എഴുതണം. അപ്പൊ അതിനായിരിക്കും നിങ്ങൾക്ക് അത്രയും സമയം തന്നിട്ടുണ്ടാവുക. സോ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യണോ? ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തായാലും അസൈൻമെന്റ്സ് എഴുതുന്നവർ വളരെ ശ്രദ്ധിക്കുക. സെറ്റ് 1ഉം 2ഉം ഉണ്ട്. ഒരു പേപ്പറിന് 2 സെറ്റ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവും അനലിറ്റിക്കലും. ആ ഒരു ആൻസറിൽ തന്നെ പ്രത്യേകമായിട്ട് അത് കാണണം, ഡിസ്ക്രിപ്റ്റീവ് ആണ് അനലിറ്റിക്കൽ ആണ് എന്നുള്ളത്. അപ്പം അതിന്റെ ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഞാൻ അതിന്റെ ഇടയിൽ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കും, അറിയുന്നവരാണെങ്കിൽ ഉത്തരം പറയാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. സോ ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ജോണർ, പോയിട്രി ആൻഡ് ഡ്രാമ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തി, അതിന്റെ ഇടയിലാണ് അസൈൻമെന്റ് വന്നത്. നമുക്കൊക്കെ അറിയാം ഈ ഒരു പേപ്പർ ഹോൾ നമുക്ക് എത്ര ബ്ലോക്ക് ഉണ്ട്? 6 ബ്ലോക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അതിൽ ഫസ്റ്റത്തെ ബ്ലോക്കിൽ നമ്മൾ എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു പോയിട്രി ആണ് നമ്മൾ പറയുന്നത് അല്ലെ. വാട്ട് ഈസ് പോയിട്രി, ടൈപ്സ് ഓഫ് പോയിട്രി എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ബ്ലോക്കിലേക്കും തേർഡ് ബ്ലോക്കിലേക്കും വരുമ്പോൾ വി ആർ സപ്പോസ് ടു സ്റ്റഡി എ ബഞ്ച് ഓഫ് പോയിട്രീസ്. കുറേ അധികം പോയിട്രീസ് നമുക്ക് അതിൽ പഠിക്കാനുണ്ട് അല്ലെ. കുറെ എഴുത്തുകാരെ കുറിച്ചും നമ്മൾ അതിലൂടെ പഠിക്കുന്നു. 4ാമത്തെ ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഡ്രാമയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നു. വാട്ട് ഇസ് ഡ്രാമ, ടൈപ്സ് ഓഫ് ഡ്രാമ അല്ലെ, ജോണേഴ്സ് ഓഫ് ഡ്രാമ എന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 5ാമത്തെയും 6ാമത്തെയും ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസറും അതുപോലെ തന്നെ നമ്മൾ ഡോൾസ് ഹൗസും നമ്മൾ പഠിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിനെ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പൊ ഇതില് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക്കലി ആ ടെക്സ്റ്റ് പറയുന്നുണ്ട് ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ജോണർ, പോയിട്രി ആൻഡ് ഡ്രാമ, കവിതയ്ക്കും അതുപോലെ തന്നെ നാടകങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ ഒരു പേപ്പർ നിങ്ങൾ പഠിക്കുന്നത്. ഇനി നിങ്ങൾ 3rd സെമ്മിലേക്ക് പോകുമ്പോണ്ടല്ലോ, പ്രോസ് ആൻഡ് ഫിക്ഷൻ, ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ജോണർ, പ്രോസ് ആൻഡ് ഫിക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് പോവുക. മനസ്സിലായോ? സോ അങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു 2nd സെമസ്റ്ററിലെ ഈ ഒരു പേപ്പറിനെ കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻട്രൊഡക്ഷൻ ടു ലിറ്റററി ജോണർ എന്നുള്ള നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ സീനിയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ലൈവ് ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആസ് എ ഹോൾ ഫസ്റ്റ് ടു ലാസ്റ്റ്, ഫസ്റ്റ് ബ്ലോക്ക് മുതൽ 6ാമത്തെ ബ്ലോക്ക് വരെ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇനി സൂം ലൈവ് ക്ലാസ്സുകളിലും മറ്റും ഒക്കെ ആയിരിക്കും നമ്മളത് മാക്സിമം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ,
So the very first question, what is apostrophe? നിങ്ങൾക്ക് അറിയാം നമ്മൾ കഴിഞ്ഞ സെമ്മു മുതലേ അല്ലെങ്കിൽ ഈ ഒരു സെമ്മിൽ തന്നെ ഒരുപാട് ലിറ്റററി ഡിവൈസുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ലിറ്റററി ഡിവൈസുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, റെട്ടോറിക്കൽ ഡിവൈസുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് apostrophe എന്നുള്ളതാണ് ചോദ്യം. സോ apostrophe is a rhetorical device in which a speaker addresses an absent person, an abstract idea or a thing as if it were present and capable of responding. The device often express strong emotion such as sorrow, nostalgia or longing. അതായത് ഒരിക്കലും ഇല്ലാത്തൊരു വ്യക്തിയെ കുറിച്ച്, ഒരു ആബ്സെന്റ് ആയ വ്യക്തിയെ നമ്മൾ അവിടെ പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അബ്സ്ട്രാക്ട് ഐഡിയ നമ്മൾ കൊടുക്കുന്ന ആ ഒരു രീതിയാണ് അപ്പോസ്ട്രോഫി എന്ന് പറയുക. ഓക്കെ, സോ അതായത് ഈ ഒരു ഡിവൈസ് കൂടുതലായിട്ടും എന്തിനാ യൂസ് ചെയ്യുക? എന്തെങ്കിലും ഒരു സ്ട്രോങ് ഇമോഷന് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പോസ്ട്രോഫി എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു ഡിവൈസ് ബേസിക്കലി എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും സ്ട്രോങ് ഇമോഷൻസ് ആയിട്ടുള്ള സോറോ, നൊസ്റ്റാൾജിയ, ലോങ്ങിങ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോസ്ട്രോഫി പോലുള്ള റെട്ടറിക്കൽ ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് അപ്പോസ്ട്രോഫി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ലിറ്റററി ഡിവൈസുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയാണ് ചോദിക്കുക. അത് ഒരു ചെറിയ പാരഗ്രാഫിലോ അല്ലെങ്കിൽ 2 or 3 വരികളിലോ എഴുതാനാണ് എന്ത് ചോദിക്കുക? ഇത്തരത്തിലുള്ള ലിറ്റററി ഡിവൈസുകളും റെട്ടോറിക്കൽ ഡിവൈസുകളും ചോദിക്കുക. സോ വാട്ട് ഇസ് അപ്പോസ്ട്രോഫി, what is simile, what is metaphor, what is onomatopoeia, what is alliteration, what is anaphora, ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ പേപ്പറിൽ വളരെ എന്താ പറയാ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കാൻ പറ്റുകയാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കാനും കൂടി ശ്രമിക്കുക. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പോസ്ട്രോഫി എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആവുക. ഇറ്റ് ഇസ് എ റെട്ടറിക്കൽ ഡിവൈസ് in which a speaker address an absent person or an abstract idea or as a thing if it were present and capable of responding. Okay, so ആ ഒരു ഡിവൈസ് കൂടുതലായിട്ടും എന്ത് സ്ട്രോങ് ഇമോഷൻ ആണ് ഇവോക്ക് ചെയ്യുന്നത്? സോറോ, നൊസ്റ്റാൾജിയ, ലോങ്ങിങ്, ഇത്തരത്തിലുള്ളതിനെയാണ് കൂടുതലായിട്ടും ഇവോക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡ്രമാറ്റിക് മോണോലോഗ് എന്നാണ്. ഓക്കെ, ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ പോയിട്രി പഠിക്കുമ്പോൾ, എൻ്റെ മക്കൾ പോയിട്രി പഠിക്കുമ്പോൾ സെക്കൻഡ് ബ്ലോക്കിൽ പോയിട്രി പഠിക്കുമ്പോൾ ഓക്കെ, ആരെങ്കിലും ഒരാൾ ഡ്രമാറ്റിക് മോണോലോഗിന് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പോയിട്രി ഡ്രമാറ്റിക് മോണോലോഗ് ആണ് അല്ലെങ്കിൽ ആ ഫോമിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. അതിന് നിങ്ങൾ ആ ഒരു പേര് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ ആ എക്സാമ്പിൾ ഫോർ ഡ്രമാറ്റിക് മോണോലോഗ് ഇസ് ഫ്രം ദിസ് പോയിറ്റ്സ് ദിസ് പോയം എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഡെഫിനേഷൻ മുഴുവനായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, സോ ആ ഡ്രമാറ്റിക് മോണോ ഞാൻ പറയാം. നിങ്ങൾ അതിന്റെ എക്സാമ്പിൾ അറിയുന്നവർ ഹംന ഉണ്ട്, അർഷാൻ ഉണ്ട്, ഷഹീദ് ഉണ്ട്, പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ താഴെ എന്താ പറയാ ചാറ്റ് ബോക്സിൽ പറഞ്ഞു കേട്ടോ. ഡ്രമാറ്റിക് മോണോലോഗ്, ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? എസ് എ പോയം or a speech in which a single character speaks to silent listener revealing their thoughts, feelings and motivation. This form allows for deep character exploration and often provides insight into the speaker's psychology and circumstances എന്ന് പറയുന്നു. അതായത് എന്താണ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്? ഡ്രമാറ്റിക് മോണോലോഗ് ഇസ് എ പോയം, അതൊരു കവിതയാണ്. ബേസിക്കലി ഇറ്റ് ഇസ് എ ഫോം ഓഫ് എ കവിത, ഒരു പൊയിട്രീന്റെ ഫോമിലാണ് ഈ ഡ്രമാറ്റിക് മോണോലോഗ് നമുക്ക് കാണാൻ പറ്റുക. അവിടെ ഒരു സിംഗിൾ ക്യാരക്ടർ ആണ് ഉണ്ടാവുക. ആരായിരിക്കും ഉണ്ടാവുക? ഒരു സിംഗിൾ ക്യാരക്ടർ ആണ് ഉണ്ടാവുക. ഈ സിംഗിൾ ക്യാരക്ടർ സ്പീക്സ് ടു എ സൈലന്റ് ലിസണർ, അല്ലെങ്കിൽ അവിടെ ആരും ഉണ്ടാവില്ല. ചിലപ്പം ഒറ്റയ്ക്ക് സംസാരിക്കുകയായിരിക്കും. അവരുടെ ഫീലിങ്സ്, അവരുടെ മോട്ടിവേഷൻസ്, അവരുടെ തോട്ട്സ്, ഇത് സ്വന്തമായിട്ട് സംസാരിക്കുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു രീതി ഓഫ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയാം. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഡീപ്പ് എക്സ്പ്ലോറേഷനും അതുപോലെ തന്നെ ഒരു സ്പീക്കർ സൈക്കോളജിയും സർക്കംസ്റ്റൻസസും ആണ് അവിടെ കൂടുതലായിട്ടും പറയുന്നത്. ഓക്കെ, ഡ്രമാറ്റിക് മോണോലോഗ്. ഡ്രമാറ്റിക് മോണോലോഗ് എന്ത് ജോണറിൽ പെടും? അതൊരു ജോണർ എന്ന് പറയാൻ പറ്റില്ല. അത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ലിറ്ററേച്ചറിന്റെ ഏത് ജോണറുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയമാണ്. ബേസിക്കലി കവിതയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ഡിവൈസ് ആണ് ഈ ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞാൽ. സ്വന്തമായി എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു റിയൽ ഓർ ഇമാജിൻഡ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. പിന്നെ റെവലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ആ ഒരു സ്പീക്കറിന്റെ സിറ്റുവേഷനും ഇമോഷൻസും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. സോ എക്സാമ്പിൾ ഇതുവരെ ആരും എക്സാമ്പിൾ ചാറ്റ് ബോക്സിൽ പറഞ്ഞില്ല, അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പറയാന്ന്. സോ ദ എക്സാമ്പിൾസ് ഇസ്
റോബർട്ട് ബ്രൗണിങ്ങിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന, റോബർട്ട് ബ്രൗണിങ് ഉപയോഗിക്കുന്ന ആ ഒരു ഫോമിനെയാണ്, ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡ്രാമാറ്റിക് മോണോലോഗ് എന്ന് പറയാ. അല്ലെങ്കിൽ TS Eliotന്റെ ദ ലവ് സോങ് ഓഫ് J. Alfred Prufrock ആർ ദ ക്ലാസിക് എക്സാമ്പിൾസ് ഓഫ് ഡ്രാമാറ്റിക് മോണോലോഗ്സ്. അപ്പൊ എന്റെ മക്കള് വേറെ നിങ്ങൾ പുറത്തുനിന്നൊന്നും എഴുതണ്ട, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഏതാ, റോബർട്ട് ബ്രൗണിങ്ങിന്റെ മൈ ലാസ്റ്റ് ഡച്ചസ്. ഹംന, ടു ബി ഓർ നോട്ട് ടു ബി, ഫോം, വില്യം ഷേക്സ്പിയർ, ഹാംലെറ്റ്, നമ്മൾ അത് ഡ്രാമാറ്റിക്, ഓക്കെ ഫൈൻ. സോളിലോഗി അല്ലേ, എന്താണ്, അതായത് നമ്മളിത് ഡ്രാമേന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനെ സോളിലോഗി എന്നും, അതൊരു പോയിട്രി ഇതിലേക്ക് വരുന്ന സമയത്ത് ഡ്രാമാറ്റിക് മോണോലോഗ്, അങ്ങനെയല്ലേ? ഓക്കെ ഫൈൻ, ക്ലിയർ, മനസ്സിലായോ? സോ അപ്പോസ്ട്രോഫി നിങ്ങൾക്ക് ക്ലിയർ ആയി, ഡ്രാമാറ്റിക് മോണോലോഗ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതാണ് മൊറാലിറ്റി പ്ലേ. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടാ, എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? ഓക്കെ, അപ്പോ അപ്പോസ്ട്രോഫി പഠിച്ചു, ഡ്രാമാറ്റിക് മോണോലോഗ് പഠിച്ചു. അശ്വതി, ഞാൻ എങ്ങോട്ടാണ് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യേണ്ടത് മോളെ? ക്ലിയർ ആണോ? Okay, so what is a morality play എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. What is a morality play? What is a morality play? So, morality plays are genres of medieval and early Renaissance drama that aim to teach moral lessons through allegorical characters and narratives. They emerged in late 14th century and were popular in England and Europe during the 15th to 16th centuries. അതായത് എന്താണ് മൊറാലിറ്റി പ്ലേ എന്നുള്ളതാണ് ചോദ്യമായിട്ട് ചോദിക്കുന്നത്. മൊറാലിറ്റി പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡീവൽ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏർലി റിനൈസൻസ് കാലഘട്ടത്തിൽ ഒരു ഡ്രാമയിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോറൽ ലെസൺസ് പറഞ്ഞു തരിക, അല്ലെങ്കിൽ ഒരു അലിഗറിക്കൽ ക്യാരക്ടേഴ്സ് നറേറ്റീവ്സ് വെച്ച് നമുക്ക് പറഞ്ഞു തരിക. അത്തരത്തിലുള്ള നാടകങ്ങളെയാണ് നമ്മൾ മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത്. മൊറാലിറ്റി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവണം എന്തോ ഒരു മോറൽ ആയിട്ടുള്ള ലെസൺസ് നമ്മളെ പഠിപ്പിക്കാനുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലേ എന്ന് പറയുന്ന മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്ന 6 ജോണർ ഓഫ് മിഡീവൽ ആൻഡ് ഏർലി റിനൈസൻസ് ഡ്രാമ ദാറ്റ് എയിം ടു ടീച്ച് മോറൽ ലെസൺസ്. എന്താണ് ഏർലി റിനൈസൻസ് കാലഘട്ടത്തിലും മിഡീവൽ കാലഘട്ടത്തിലും ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു തരത്തിലുള്ള നാടകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ എന്താണ് അത് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഇമ്പാക്ട് എന്തായിരുന്നു, എന്താണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മോറൽ ലെസൺസ് ടീച്ച് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ കൊണ്ട്? അലിഗറിക്കൽ ക്യാരക്ടേഴ്സും നറേറ്റീവ്സും ഉപയോഗിച്ച്. മനസ്സിലായോ? ഇനി ഈ ഒരു സാധനം അതൊരു മിഡീവൽ കാലഘട്ടത്താണല്ലോ, അപ്പൊ ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇത് വന്നത് എന്നുള്ളതും വളരെ പ്രസക്തമാണ്. അപ്പൊ നമ്മൾ ആ സമയം വ്യക്തമാക്കണം. സോ ലേറ്റ് 14th സെഞ്ചുറിയിൽ ഇംഗ്ലണ്ടിൽ വളരെ പോപ്പുലർ ആയിരുന്നു. യൂറോപ്പിലേക്ക് വരുമ്പോൾ 15th and 16th സെഞ്ചുറിയിലാണ് അത് എവിടേക്ക് വന്നത്, യൂറോപ്പിലേക്ക് വന്നത്. ഓക്കെ, അപ്പോ മൊറാലിറ്റി പ്ലേ എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ 3 എണ്ണം പഠിച്ചു, അപ്പോസ്ട്രോഫി പഠിച്ചു, ഡ്രാമാറ്റിക് മോണോലോഗ് പഠിച്ചു, മൊറാലിറ്റി പ്ലേ പഠിച്ചു. ഓക്കെ, ബേസിക്കലി ഈ ലൈവുകളുടെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച് മനസ്സിലാക്കി പഠിച്ചൊക്കെ പോകുന്നതിന്റെ പകരം ലൈവ് ക്ലാസ്സിൽ നമ്മൾ അപ്പൊ വായിക്കുന്നു, അപ്പൊ അർത്ഥം അറിയുന്നു, അപ്പൊ തന്നെ പഠിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വന്നാല് ഈ ക്ലാസ്സിലുള്ള 13-18 പേര് ക്ലാസ്സിലുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഈ ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതാതിരിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകാനുള്ള ഒരു ചാൻസും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. അതാണ് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ലൈവുകളുടെ ഒക്കെ ഉദ്ദേശം. മനസ്സിലായ? അശ്വതി, അമ്പിളി, ഐഷ, ഹർഷാന, ഷഹീദ, റംഷി, പിന്നെ ഇടയിൽ ആരൊക്കെയോ ഉണ്ട്, പിന്നെ കുറെ ഒളിഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ്. സോ ഒളിഞ്ഞൊന്നും ഇരിക്കണ്ട, നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിൽ വന്ന് മെസ്സേജ് അയക്കാം. നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഓരോ ഡിസ്കഷനിലൂടെ ഒക്കെ കടന്നു പോവാം. മനസ്സിലായോ? ഓക്കെ, സോ നമ്മൾ അപ്പോസ്ട്രോഫി പഠിച്ചു മക്കളെ. എന്തൊക്കെ പഠിച്ചു? അപ്പോസ്ട്രോഫി, ഡ്രാമാറ്റിക് മോണോലോഗ്, മൊറാലിറ്റി പ്ലേ. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് as you all know as a group of late 16th century English playwrights and poets. Okay, അതായത് യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആ ഒരു ടൈറ്റിൽ തന്നെ നിങ്ങൾ ആലോചിക്കാം. യൂണിവേഴ്സിറ്റി, അപ്പൊ ഇവർ ഏതൊക്കെയോ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അല്ലെ. യൂണിവേഴ്സിറ്റി എന്നുള്ളതാണ് നമ്മൾ അതിനെ ടാഗ് ചെയ്യുന്നത്. അവർ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ പറയുന്നതാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. അപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഇവർ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ വന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ 16-ാം നൂറ്റാണ്ടിലെ
ഇംഗ്ലീഷ് വളരെ പ്രഗത്ഭരായിട്ടുള്ള നാടകകൃത്തുക്കളും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഈ കവിത എഴുതുന്ന ആൾക്കാരും. ഓക്കെ, ഏർലി ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്സ് ആൻഡ് പോയിറ്റ്സ് who were educated at the universities of Oxford and Cambridge. ഓക്സ്ഫോർഡിൽ നിന്നും കാംബ്രിഡ്ജിൽ നിന്നും വന്നിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്ലേ റൈറ്റ്സും പോയിറ്റ്സും ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതണം. 16th സെഞ്ചുറിയിലുള്ള ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്സ് ആൻഡ് പോയിറ്റ്സ് who were educated at the universities of Oxford and Cambridge. Okay, they played a crucial role in the development of English drama and helped lay the groundwork of Elizabethan theatre. അവരുടെ ഇമ്പാക്ട് ഏത് കാര്യത്തിലായിരുന്നു, ഇംഗ്ലീഷ് ഡ്രാമയുടെ കാര്യത്തിൽ ആണ് അവർ ആ ഒരു ഡെവലപ്മെന്റ് കൂടുതലായിട്ടും കൊണ്ടുവന്നത്. അതുപോലെ തന്നെ എലിസബത്തിയൻ തിയേറ്റർ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനും അവർ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് അവർ എഴുതുക. അവരുടെ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ ഉണ്ടായിരുന്ന പ്ലേസിൽ നിന്നും അവരുടെ പ്ലേസ് വളരെ കമ്പയർ ടു ദാറ്റ് അവരുടെ പ്ലേസ് വളരെ സ്ട്രക്ചേർഡ് ആയിരുന്നു. കോംപ്ലക്സ് ആയിട്ടുള്ള തീംസും ക്യാരക്ടേഴ്സും ഒക്കെ അവർ അതിൽ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നു. മനസ്സിലായോ? ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി വിറ്റിന്റെ പേര് ഏതെങ്കിലും അമംഗ് ദം കുറെ പേരുണ്ട്, അതിൽ ആരുടെങ്കിലും ഒരാളുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? 2 പേരോട് ചോദിക്കാൻ ഞാൻ. ഒന്ന് റംഷി, ഒന്ന് അർഷാന. പറയോ മക്കളെ? നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി വിറ്റിന്റെ പേര് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടുവോ, അല്ലെ ചാറ്റ് ബോക്സിൽ പറയോ? എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ, നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ ഇട്ടോ, കാരണം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അവിടെ കേൾക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ. സോ ദ വെരി ഫസ്റ്റ് വൺ ഇസ് ക്രിസ്റ്റഫർ മാവ്ലോ. നിങ്ങൾ എന്താണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതുന്ന സമയത്ത് they belong to 16th century, they are a group of playwrights and poets, they come from Oxford and Cambridge University എന്നൊക്കെ നിങ്ങൾ എഴുതിയിട്ട് they are എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോഴാണ് കുറച്ചും കൂടി മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. The very first one is Christopher Marlowe, Thomas Nash, Robert Greene, John Lilly, അതുപോലെ തന്നെ എന്താ ജോർജ് പീലി. ഓക്കെ, ഇതിങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ അറിയോ, പരീക്ഷയ്ക്ക് പോകുമ്പോ ആ പാട്ട് മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ പേരൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പാട്ടൊന്നും വെച്ച് പഠിക്കണ്ട, കറക്റ്റ് ആയിട്ട് പഠിച്ചാ മതി ട്ടാ. ഓക്കെ, റംഷി പറഞ്ഞു, ജോൺ ലില്ലി പറഞ്ഞു, ക്രിസ്റ്റഫർ പറഞ്ഞു, റോബർട്ട് മാരിയോ അങ്ങനെ ഒരാളില്ല ട്ടാ. ഓക്കെ, സോ ക്രിസ്റ്റഫർ മാവ്ലോ എന്ന് പറയുന്നത് അദ്ദേഹമാണ് ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള റൈറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബ്ലാങ്ക് വേഴ്സ് വളരെ ഫേമസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്ലേ ആണ് ഡോക്ടർ ഫോസ്റ്റസും ടാമ്പർലിനും എന്ന് പറയുന്നത്. തോമസ് നാഷ് എന്ന് പറയുന്നത് ഒരു പോയിറ്റ് ആണ്, പ്ലേ റൈറ്റ് ആണ്, അതുപോലെ തന്നെ ഷാർപ്പ് വിറ്റ് ആൻഡ് സറ്റാരിക്കൽ റൈറ്റർ സ്റ്റൈലാണ്. പിന്നെ റോബർട്ട് ഗ്രീൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്ലേസും പ്രോസും വളരെ ഫേമസ് ആണ്. പിന്നെ ഏതാ പറയാ, ഹിസ് പ്ലേസ് ഫ്രെയർ ബേക്കൺ ആൻഡ് ഫ്രെയർ ബംഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് ഉണ്ട് ഗ്രീന്റെ. പിന്നെ ജോൺ ലില്ലിയും ജോർജ് പീലിയും. ആ പാട്ട് ഏതാന്ന് അതാ ഞാൻ പറഞ്ഞ, പാട്ട് ഓർമ്മയില്ല, പിന്നെ പഠിച്ചപ്പോ ഇതൊക്കെ ഓർമ്മ ഉണ്ട്. മനസ്സിലായ? പാട്ട് ഉണ്ടാക്കി പറഞ്ഞുതരാം കേട്ടാ, ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഫൈൻ. അപ്പം ഈ പേരുകൾ മറക്കാതെ പഠിച്ചു വെക്കുക. ക്രിസ്റ്റഫർ മാവ്ലോ, തോമസ് നാഷ്, റോബർട്ട് ഗ്രീന്, ജോൺ ലില്ലി, ജോർജ് പീലി. ഓക്കെ, ഫൈൻ. അപ്പം ഇതാണ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു സോഫാർ? 4 ടോപ്പിക്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്? അശ്വതി പറയോ. നമ്മളിപ്പോ 4 ടോപ്പിക്സ് പഠിച്ചു പോയി. അത് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള സ്റ്റുഡൻസിനുള്ള നമ്പേഴ്സ് നമ്മൾ താഴെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി പറയാം. അപ്പം 30 days ക്രാഷ് കോഴ്സ് ആണ്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്തോളൂ. നമ്പർ ലാസ്റ്റ് പറയാം, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളിപ്പോ 4 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു. ആൻഡ് മൂവിങ് ടു 5th ടോപ്പിക് അല്ലെങ്കിൽ 5th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്യാരക്ടർ ഓഫ് നോറ ഇൻ ഇബ്സൻസ് ദ ഡോൾസ് ഹൗസ്. ഡോൾസ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിലെ ഇബ്സന്റെ വർക്കാണ് അത് ദ ഡോൾസ് ഹൗസ് അല്ലെ. ആ ഒരു ഡ്രാമയിലെ
നോറ എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ സ്കെച്ച് ചോദിക്കും. ഇനി പറഞ്ഞിട്ട് ചിലപ്പോൾ ചോദിക്കാതെ ഇരിക്കാം. അപ്പസ്ട്രോഫി പഠിച്ചു, ഡ്രാമാറ്റിക് മോണോലോഗ് പഠിച്ചു, മൊറാലിറ്റി പ്ലേസ് പഠിച്ചു, യൂണിവേഴ്സിറ്റി വിറ്റ്സ് പഠിച്ചു. ഓക്കെ ഫൈൻ. ഓക്കെ അർഷാനൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റംഷി, അമ്പിളി, ഷഹീദ, പിന്നെ ഹംന എവിടെ പോയി? ഹംന, അശ്വതി മക്കൾക്കൊക്കെ ഓക്കെ ആ വിചാരിക്കും. Fine. Okay, moving to the next question. Character of Nora in Ibsen's The Doll's House. Doll's House എന്ന് പറഞ്ഞിട്ടുള്ള ഇബ്സന്റെ വർക്കിൽ നോറ എന്ന ക്യാരക്ടറിന്റെ സ്കെച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒക്കെ ഒരു ഇത് ചോദിക്കാം. ഇപ്പൊ ടെലിഫോൺ കോൺവെർസേഷൻ ബൈ ആ വർക്കിലെ ആ ഒരു എന്താ പറയാ വൈറ്റ് ലേഡീന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. എനി സ്കെച്ച് ദേ കൻ ആസ്ക് യു. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാത്തിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പോകണം എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നോറ ഹെൽമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ദ പ്രൊട്ടഗോണിസ്റ്റ് ഓഫ് എൻറിക് ഇബ്സൻസ് പ്ലേസ് എ ഡോൾസ് ഹൗസ്. ഈ ഒരു വർക്കിലെ ക്യാരക്ടർ ആണ് അല്ലെങ്കിൽ പ്രൊട്ടഗോണിസ്റ്റ് ആണ്, മെയിൻ ഹീറോ എന്ന് പറയുന്നതാണ് നോറ ഹെൽമർ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ്. ഹു അണ്ടർഗോസ് സിഗ്നിഫിക്കന്റ് ഡെവലപ്മെന്റ് ത്രൂ ഔട്ട് ദി സ്റ്റോറി. എന്തൊക്കെയാണ്? ഒരു ചൈൽഡ് ലൈക്ക് ആൻഡ് പ്ലേഫുൾ ആയിട്ടുള്ള, ബിഗിനിങ്ങിൽ നോറ എന്ന് പറയുന്നത് വളരെ ചാമിങ് ആൻഡ് നൈവ് ആയിട്ടുള്ള ഒരു കെയർ ഫ്രീ വിമൺ ആണ്. Often referred as a little squirrel or little skylark by her husband, and this reflects her husband patronizing view of her and subsequent role എന്ന് പറയുമ്പോൾ പിന്നെ നോറയെ കാണുന്നത് ഒരു 19th century wife ആയിട്ടാണ്. appearing to contend with her domestic duties and dependent on her husband for financial and emotional support എന്ന് പറയുന്നു. ഓക്കെ, സോ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് അപ്പൊ ഒരു ക്യാരക്ടറിന്റെ ഷിഫ്റ്റ് പറയുന്നുണ്ട്. ഇനീഷ്യലി നോറ എന്ന് പറയുമ്പോൾ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ നോറയിൽ ഉണ്ടാവുന്ന ഒരു സഡൻ ഷിഫ്റ്റിനെ കുറിച്ചും പറയുന്നു. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെറിയൊരു ഇതിൽ എഴുതുന്ന ചോദ്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും എഴുതിയാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഫസ്റ്റ് സെമ്മിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയ കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്താണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ടിലേക്കായിരിക്കും, പിന്നെ നിങ്ങൾ 1 or 2 സെന്റൻസിലേക്ക് പോകുന്നു. പിന്നെ നിങ്ങൾ ഷോർട്ട് നോട്ടിലേക്ക് പോകുന്നു. പിന്നെ ലോങ് എസ്സേയിലേക്ക് വരുന്നു. അങ്ങനെ സെക്ഷൻ ABCD ആയിട്ടാണ് നിങ്ങൾ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും അല്ലെ. അപ്പം എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുക, നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാത്രം അതിന്റെ ആൻസർ എഴുതുക. എനിക്ക് അറിയുന്ന ആൻസർ ആന്ന് പറഞ്ഞിട്ട് ചാടി കയറി പോയിട്ട് അതൊരു ഷോർട്ട് നോട്ട് ചോദിച്ചാൽ അവിടെ എസ്സേ എഴുതി വെക്കരുത്. സോ അവിടെ ഉണ്ടാവാൻ പോകുന്ന നിങ്ങളെ സമയം പോകും. പിന്നെ നിങ്ങൾ ബേസിക്കലി സമയമാണ് അവിടെ പോവുക. പിന്നെ എസ്സേ എഴുതേണ്ടത് അവിടെ ഷോർട്ട് നോട്ട് എഴുതേണ്ടി വരും. മനസ്സിലായോ? ഒരിക്കലും ഷോർട്ട് നോട്ട് ചോദിച്ചവിടെ എസ്സേ എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് എസ്സേന്റെ മാർക്ക് അവർ തരാൻ പോകുന്നില്ല. ദേ വോണ്ട് ഗിവ് യു ദ മാർക്സ്. ഓക്കെ, 5 മാർക്കാണ് ഷോർട്ട് നോട്ടിനെങ്കിൽ നിങ്ങൾ എസ്സേക്ക് ഉള്ളത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഓൺലി ഗിവ് യു ദ 5 മാർക്സ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു കൂളിംഗ് ടൈം ഉണ്ടോ? ഒരു 5 to 10 minutes ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ. ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വായിക്കുക. സെക്ഷൻ ABCD എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് എന്നുള്ളത്. കാരണം നിങ്ങളിത് വിചാരിക്കും വെറുതെ മിസ് സമയം കൊല്ലാൻ പറയാന്ന്. പക്ഷെ എത്ര തന്നെ പറഞ്ഞു കൊടുത്താലും പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ 2-3 മെസ്സേജ് എനിക്കുണ്ടാവും. കാരണം നിങ്ങൾ ഒരുപാട് ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ഇല്ല. പക്ഷെ എസ്സേ ചോദിച്ചവിടെ ഞാൻ ഷോർട്ട് നോട്ട് എഴുതി വെച്ചു, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ചോദിച്ചവിടെ ഞാൻ 4 ലൈൻ എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞു. അതാണ് വളരെ ഇതൊക്കെ നമ്മൾ കെയർലെസ് ആയിട്ട് വിടുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിച്ച് മാത്രം പരീക്ഷ എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ആർഗ്യുമെന്റ്സ് മെയ്ഡ് ബൈ ബ്രെത്ത് ഇൻ ദ പോയം ക്വസ്റ്റ്യൻസ് ഫ്രം എ വർക്കർ ഹു റീഡ്സ് കോമഡി ഓഫ് ഹ്യൂമേഴ്സ്? ഓക്കെ, സോ അത് വേറെ ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ഇടയിൽ കൂടെ വന്നു പോയെന്നുള്ളൂ. Okay, fine. So, what are the arguments made by Brecht? Brecht എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ അല്ലെ. അദ്ദേഹത്തിന്റെ കവിതയില് The questions from a worker who reads എന്ന് പറഞ്ഞിട്ടുള്ള കവിതയില് എന്തൊക്കെ ആർഗ്യുമെന്റ്സ് ആണ് അദ്ദേഹം പറയുന്നത്? എന്താണ് ബേസിക്കലി മക്കളെ ആ കവിതയിൽ പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ലോകം ഇങ്ങനെ ആയി തീർന്നത് ഒരുപാട് വലിയ വലിയ ഫൈറ്റ്സിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെയാണ്. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ കാലത്തും സംഭവിക്കുന്നത്, എപ്പോഴും ഒരു യുദ്ധം കഴിഞ്ഞാല് ആ യുദ്ധത്തിൽ ജയിച്ച സൈഡാണെങ്കിൽ അതിന്റെ വലിയ തലപ്പത്തിരിക്കുന്നവരെ മാത്രമേ എല്ലാവരും ഓർക്കുകയുള്ളൂ. നേരെ മറിച്ച് അതിന്റെ ഉള്ളിൽ പണിയെടുത്ത, അല്ലെങ്കിൽ അതിനു വേണ്ടി പണിയെടുത്ത സാധാരണക്കാരായ എത്രയോ പേരുണ്ട്. അവരെ ആരും അനുസ്മരിക്കുന്നില്ല, അവരുടെ പേര് ആരും എടുത്തു പറയുന്നില്ല, അവരെ ഹെയിൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ എന്താ പറയാ അവരെ നമ്മൾ ഏത് രീതിയിലും എക്സാജറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ ഈ ലോകം എന്ന് പറയുന്നത്
വർക്കേഴ്സിന്റെ കൂടിയാണ്. ഈ ലോകം എന്ന് പറയുന്നത് തൊഴിലാളികളുടെയും കൂടിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് ഫ്രം എ വർക്കർ ഹു റീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിൽ Bertolt Brecht പറയുന്നത്. So Bertolt Brecht poems A Question from a Worker Who Reads articulates a series of critical inquiries that expose the complexities of class struggle. Okay, അതായത് ബേസിക്കലി നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതുന്ന സമയത്ത് യു ഷുഡ് എക്സാക്ട്ലി റൈറ്റ് ദ വേർഡ് ക്ലാസ് സ്ട്രഗിൾ അല്ലെ. ക്ലാസ് സ്ട്രഗിൾ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതണം. സോ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ് അദ്ദേഹം പറയുന്നു, ആ ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. സോ Brecht employs these questions as a rhetorical device to provoke reflection, a dialogue about the socio-economic conditions impacting the working class. Okay, so working class എന്നാണ് പറയുന്നത് ട്ടോ. ഫൈൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് Bertolt Brechtന്റെ ഈ ഒരു കവിതയെ കുറിച്ച്. ഫസ്റ്റ് സെം റിസൾട്ട് വന്നോ? പേടിപ്പിക്കല്ലേ, നിങ്ങളെക്കാളും പേടിയുണ്ട് എനിക്ക്. ഓക്കെ, ഫൈനലി അപ്പോ ഇതാണ് Bertolt Brechtന്റെ കവിതയിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മേജർ തീം ഓഫ് ദ പോയം ടെലിഫോൺ കോൺവെർസേഷൻ. എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിതയിലെ മേജർ തീം എന്താണെന്നാണ് ചോദിക്കുന്നത്. കേൾക്കുന്നില്ലേ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത്. ഫൈൻ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ ഇസ് മേജർ തീം ഓഫ് ദ പോയം ടെലിഫോൺ കോൺവെർസേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിതയാണ് ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അതിൽ പറയുന്ന എന്താണ്? ആരുടെ കവിതയാണ്? വോൾസോയിൻക എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്ററിന്റെ കവിതയാണ് ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ടെലിഫോൺ കോൺവെർസേഷനിൽ നമ്മൾ ഇങ്ങനെ നിന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടോ? ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു വൈറ്റ് ലേഡി ഓപ്പോസിറ്റ് ഉണ്ട്. ഇവിടെ സംസാരിക്കുന്നത് ഒരു ആഫ്രിക്കൻ മെന്നാണ്. ഇവര് സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ആണ് ആ ഒരു കവിതയിൽ പറയുന്നത്. അവിടെ എന്താണ് പറയുന്നത്? എന്താണ് ആ കവിത നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടാവുമല്ലോ മക്കള് അല്ലെ? പഠിച്ചിട്ടുണ്ടാവും. അതായത് ആ ഒരു ആഫ്രിക്കൻ മെൻ അല്ലെ, അദ്ദേഹത്തിന് ഒരു വീട് റെന്റിന് കിട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. വീട് റെന്റിന് കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് ഈ ലേഡി ചോദിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പറയുമ്പോൾ അവിടെ ഒരു സൈലൻസ് ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായോ? ഒരു സൈലൻസ് ഉണ്ടാവുന്നുണ്ട്. കാരണം കറുത്ത വർഗക്കാരോടുള്ള ആ ഒരു അവജ്ഞത, എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അത് അവിടെ കാണിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു ഹൗ ഡാർക്ക് എന്ന് ചോദിക്കുന്നു. ലൈറ്റ് ആണോ അതുപോലെ തന്നെ ഡാർക്ക് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇതിങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ അവിടെ ബേസിക്കലി നിങ്ങളോട് ചോദ്യം എന്താ ചോദിക്കുന്നത്? മേജർ തീം ഓഫ് ദ പോയം ആണ്. So the poem Telephone Conversation by Wolzoinka addresses several major themes, primarily focusing on racism, identity and communication. Okay, so ഇതിൽ പറയുന്നുണ്ട് എന്താണ് racism. The poet highlights the absurdity of racism through a seemingly mundane phone conversation about renting an apartment. The speaker encounters landlord's racial prejudice, which is expressed through his inquiry about skin color. This theme underscores the arbitrary nature of racial discrimination and exposes the underlying biases that inform social interaction. അതായത് നമ്മൾ അങ്ങനെയാണോ ശരിക്കും ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അതല്ല നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ അന്ന് കാലത്ത് നല്ല ഇപ്പോഴും അങ്ങനെയുള്ളതുണ്ട്. അതായത് ആ ഒരു കളറിനോട്, ഒരാളുടെ സ്കിൻ കളറിനോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു അവജ്ഞത, അല്ലെങ്കിൽ കാണിക്കുന്ന എക്സ്ട്രീംലി അവരെ നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാണിക്കുന്ന ആ ഒരു ഡിസ്ക്രിമിനേഷൻ, അതാണ് അവിടെ വളരെ ഇതായിട്ട് വരുന്ന മേജർ തീം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഐഡന്റിറ്റിയും കമ്മ്യൂണിക്കേഷനും എല്ലാം അവിടെ പ്രശ്നമായിട്ട് വരുന്നത്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ആ റേസ് ഓഫ് ആൾക്കാരെ എല്ലാ രീതിയിലും ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് അവർ കാണിക്കുന്നത് അല്ലെ. ബിക്കോസ് ഓഫ് ദേ ബിക്കം ഡാർക്ക്, അവരുടെ സ്കിൻ കളറാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമേ ഇല്ല. ഒരാൾ കറുത്തിട്ടായാലും ഒരാൾ വെളുത്തിട്ടായാലും അതിന്റെ എന്താണ്, ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ ജനിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷെ അതിന്റെ ഒരു സെൻസ് മനസ്സിലാക്കാതെ അത് അവരുടെ ഐഡന്റിറ്റി ആയി കണക്കാക്കിക്കൊണ്ട് അവരോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അത് ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെ. സോ ദ പോയം റിഫ്ലെക്ട്സ് ഓൺ ഹൗ സൊസൈറ്റൽ ആറ്റിറ്റ്യൂഡ്സ് ക്യാൻ ഷേപ്പ്
personal identity, particularly for individuals from marginalized background. The speaker's assertiveness in the conversation demonstrate a struggle for self-definition in the face of prejudice. Self-definition in the face of prejudice എന്ന് പറയുന്നു. അടുത്തത് communication and miscommunication. പല സമയത്തും അവർ സംസാരിക്കുന്ന സമയത്ത് ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ആണ് അല്ലെ, ആ സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു കോൺവെർസേഷൻ നമ്മൾ വളരെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനായി മാറുക. The moment he said I am African അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു റേസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും there made a silence, അവരുടെ ഇടയിൽ ഒരു സൈലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. The other side ആ ലേഡി ഒന്നും പറയുന്നില്ല. ആൻഡ് അതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന ചാലഞ്ചസ് ആണ്. ഓക്കെ, സോ ദിസ് തീം highlights how misunderstandings can arise from preconceived notions and biases എന്ന് പറയുന്നു. പിന്നെ ഇതൊരു ബേസിക്കലി ഒരു ഐറണി അല്ലെങ്കിൽ ഹ്യൂമർ ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്തിനാണ് അദ്ദേഹം ഹ്യൂമർ ഇതാക്കുന്നത്? റേസിസത്തിന് അല്ലെങ്കിൽ absurdity of racism. The poem's tone oscillates between seriousness and wit, using the absurdity of landlord's question to eliminate the ridiculousness of racial prejudice. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതിൽ ലാസ്റ്റ് നിങ്ങളോട് പറയുന്നില്ലേ ഏത് കളറാണ്, ഭയങ്കര ഡാർക്ക് ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചോക്ലേറ്റിന്റെ ഡാർക്ക് ചോക്ലേറ്റിന്റെ കളറാണോ മിൽക്ക് ചോക്ലേറ്റിന്റെ കളറാണോ എന്നൊക്കെ അദ്ദേഹം ആ വോൾജോയിൻക്ക് അത്തരത്തിലുള്ള വാക്കുകൾ അവിടെ ഉപയോഗിക്കാൻ, കവിതയിൽ ഉപയോഗിക്കാനുള്ള ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാരണം എന്താ അറിയോ, ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അല്ലെ. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ആണ്. പക്ഷെ അന്ന് കാലത്ത് തന്നെ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയില് ബോത്ത് ദ ആറ്റിറ്റ്യൂഡ് സീരിയസ് ആയിട്ടും അതുപോലെ തന്നെ വിറ്റും റെപ്രസെന്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഒരു സീരിയസ് സോഷ്യൽ ഇഷ്യൂനെ അവരെന്ത് ചെയ്തു, ഒരു ഹ്യൂമറും കൂടി ഇവോക്ക് ചെയ്തിട്ടാണ് ആൾക്കാർക്ക് ഒരു രസം തോന്നണ്ടേ. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ ആൾക്കാർക്ക് ബോറടിക്കും അല്ലെ. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ക്യൂരിയോസിറ്റി ഉണ്ട്, അവർ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചുകൊണ്ട് ആ ഒരു കവിത പൂർണ്ണമാക്കിയത്. ഓക്കെ, സോ ഓവറോൾ ടെലിഫോൺ കോൺവെർസേഷൻ serves a powerful commentary on theme of racism, identity and communication. Though the lens of seemingly simple phone call, Zoinka reveals the profound implication of prejudice and the complexities of navigating identity in a racially charged society. Okay, fine. അപ്പോൾ ഇതാണ് ഏത് കവിത? This telephone conversation by ആരെ എഴുതിയ കവിതയാ? വോൾജോയിൻക. ഓക്കെ, വോൾജോയിൻക. അടുത്ത റൈറ്റർ അല്ല അടുത്ത പോയം അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, philosophy conveyed through the poem resolution and independence. Resolution and independence ആരുടെ കവിതയാണ്? വില്യം വേർഡ്സ്വർത്തിന്റെ കവിതയാണ്. വില്യം വേർഡ്സ്വർത്ത് belongs to which period? പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ഷഹിദ മനസ്സിലായോ? റംഷി, അംബിലി, അശ്വതി, അർഷാന. ടെലിഫോൺ കോൺവെർസേഷൻ ബൈ വോൾജോയിൻക, ദാറ്റ് പോയം നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ? Talking about the major theme എന്ന് പറയുമ്പോൾ racial discrimination, absurdity, identity and as well as the communication. അതാണ് നമ്മൾ ആ ഒരു പോയിട്രിയിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ പറഞ്ഞാൽ മതി, ടൈം വേസ്റ്റ് ചെയ്യണ്ട. സോ ഫിലോസഫി കൺവേഡ് ത്രൂ ദ പോയം റെസൊല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് ബൈ വില്യം വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്തിന്റെ കവിതയാണ്. വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കവിതയാണ് ദിസ് റെസൊല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. സോ വില്യം വേർഡ്സ്വർത്ത് പോയം റെസൊല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് കൺവേ സെവറൽ ഫിലോസഫിക്കൽ ഐഡിയാസ്, primarily revolving around themes of resilience, the nature of human experience and the interplay between nature and the self. Here are the key philosophies or philosophical concepts എന്ന് പറയുന്നു. എന്താണ് ഈ കവിതയിൽ ബേസിക്കലി പറയുന്നത്? Idea of perseverance in the face of adversity. Wordsworth reflects on his encounter with solitary leech collector. നിങ്ങൾക്ക് ഈ ഒരു കവിതയിലെ കഥ എന്താണെന്നറിയോ? ലീച്ച് ഗാദറർ അല്ലെങ്കിൽ റെസൊല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് ഈ കവിതയ്ക്ക് രണ്ട് പേരുണ്ട്. വില്യം വേർഡ്സ്വർത്ത് ബിലോങ്സ് ടു വിച്ച് പീരീഡ് മക്കളെ? ഷഹീദ പറഞ്ഞേ, അല്ലെങ്കിൽ അശ്വതി പറഞ്ഞേ, അല്ലെങ്കിൽ അമ്പിളി പറഞ്ഞേ, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. അദ്ദേഹം ഏത് കാലഘട്ടത്തെ ബിലോങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്? ഓക്കെ, സോ ഈ ഒരു കവിതയില് പെർസിവറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതില് ആ ഒരു ലീച്ച് ഗാദറർ എന്ന് പറഞ്ഞാൽ ഈ അട്ട പെറുക്കുന്ന ഒരു തരം ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ ഇനീഷ്യലി ഈ കവിതയിൽ ആര് പറയുന്നു? വേർഡ്സ്വർത്ത് പറയുന്നത് എങ്ങനെയാണ്?
വളരെ ഒരു ക്വയറ്റ് നല്ല മോർണിംഗിൽ അദ്ദേഹം എണീക്കുന്നു, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു മോർണിംഗ്. അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യത്തിലും ഇങ്ങനെ സന്തോഷം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും അദ്ദേഹം ഇങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, എന്തോ ഒരു കാര്യം എന്നെ അലട്ടുന്നുണ്ട്, എന്തോ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്, ഞാനതിങ്ങനെ പറയുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഞാൻ ദൈവത്തിനോട് നന്ദി പറയുമ്പോൾ എന്തോ ഒരു കാര്യം എന്നെ അലട്ടുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ഇതായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. അങ്ങനെയാണ് അവിടുന്ന് അദ്ദേഹം ലീച്ച് ഗ്യാദറിനെ മെറ്റ് ചെയ്യുന്നത്, അതായത് കാണുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു അപ്പിയറൻസും അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവ സവിശേഷതയും മൊത്തത്തില് നമ്മുടെ ഈ പോയിറ്റിനെ, വില്യം വേർഡ്സ്വർത്തിനെ അടിമുടി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാക്കുന്ന മാറ്റമാണ് ശരിക്കും പറഞ്ഞ റെസൊല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിൽ പറയുന്നത്. മനസ്സിലായോ? അതായത് ആ ഒരു വ്യക്തി ഗെയിൻ ചെയ്തെടുത്ത സ്ട്രെങ്ത്, ഒരു ഹ്യൂമൻ സ്പിരിറ്റ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ്വർത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ ഒരു പോയിറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും അദ്ദേഹത്തിന് അത് ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വളരെ ഇതായിട്ടുള്ള ഒരു ജോലിയാണ്, അദ്ദേഹം ഒരുപാട് പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. പക്ഷെ ആ ഒരു അട്ടപ്പെറുക്കുന്ന ആ ഒരു തൊഴിലിലും വളരെ സംതൃപ്തി ഓടുകൂടി അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഹാബിച്വൽ ഇതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. എവിടെയാണോ അദ്ദേഹം അന്ന് ഇരിക്കുന്നത് അന്ന് അദ്ദേഹം അന്തി ഉറങ്ങാൻ തീരുമാനിക്കുന്നു, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കിട്ടുന്ന ഭക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു ലീച്ച് ഗ്യാദർ എത്രത്തോളം നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിതം. പക്ഷെ പോയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, വേർഡ്സ്വർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം ജീവിതത്തിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നത് ചെറിയ ചെറിയ വിഷമങ്ങളാണ്. പക്ഷെ അദ്ദേഹം എത്രയോ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് ലൈഫിൽ, ഒരുപാട് സഫറിങ് അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഹാപ്പിയാണ്, അദ്ദേഹം കണ്ടന്റഡ് ആണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. അപ്പം അവസാനം ആർക്ക് തോന്നുകയാണ്, പോയിറ്റിന് തോന്നുകയാണ്, ഐ ഷുഡ് താങ്ക് ടു ഓൾമൈറ്റി, ഞാൻ എന്നെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വ്യക്തിയോട്, ദൈവത്തിനോട് ഞാൻ നന്ദി പറയേണ്ടിയിരിക്കുന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഇതുപോലെ ഒരാളെ കാണിച്ചു തന്നതിനും ആ ഒരു ഫിലോസഫി ജീവിതത്തിൽ ഏറ്റെടുക്കാൻ പറ്റുന്നതിലും അദ്ദേഹം താങ്കിങ് ആണ് ദൈവത്തിനോട്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. സോ the poem grapples the themes of existential contemplation, exploring the duality of joy and suffering in human life. Wordsworth reflects on his own feeling of despair and uncertainty, contrasting them with the steadfastness of the leech collector. The juxtaposition invites reader to consider the broader human experience, where moments of resolution can emerge from periods of struggles എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സെൽഫ് റിലയൻസിനെ കുറിച്ച്, റെസൊല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കവിത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ് നമുക്ക് ഷെയർ ചെയ്യുന്നത്. That emphasizes resilience, the transformative power of nature, and the importance of self-reliance. Through her reflection, Wordsworth invites readers to engage with their own experience, encouraging journey towards inner strength and deeper connection with the world around them. The poem ultimately underscores the idea that despite life challenges, individual can find clarity, resolve within themselves. എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും, എന്തൊക്കെ പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ വന്നാലും, a human can resolve all the problems within their strength എന്ന് പറയും. നമ്മുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കരുത്ത് ഉപയോഗിച്ച് നമുക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. ലൈഫിൽ ഏത് ചാലഞ്ചസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത പോയം ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഇൻ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ആരാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്നുള്ള കവിത എഴുതിയത്? കമലാദാസ് ആണ് എഴുതിയിട്ടുള്ളത്. ഈ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള കവിത ഏത് കളക്ഷൻ നിന്നാണ് വന്നത് നിങ്ങൾക്ക് അറിയോ? ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്തേ, ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. സോ ഇൻ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, Kamala Das weaves autobiographical elements into her poetry, creating a deeply personal reflection on memory loss and the complexities of familial relationship. Here are some key autobiographical aspects: personal memories, sense of belonging, themes of loss and longing, exploration of identity, cultural context and conclusion. Okay, so ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ കമലാദാസ് പറയുന്നത്? അവരുടെ മുത്തശ്ശിയുടെ വീടാണ്. നമുക്ക് എല്ലാവർക്കും മുത്തശ്ശിയുടെ വീടിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവും, അല്ലെ? ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവർക്കും ഓർമ്മകൾ ഉണ്ടാവും. കാരണം നമ്മുടെ എല്ലാവരുടെയും നല്ലൊരു മൊമെന്റ് ഓഫ് കുട്ടിക്കാലം, അല്ലെങ്കിൽ മൊമെന്റ്സ് ഓഫ് കുട്ടിക്കാലം നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടാവുക ഈ പറയുന്ന ഗ്രാൻഡ് മദേഴ്സിന്റെ വീട്ടിലായിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് കമലാദാസിനും അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടായിരുന്നു.
അങ്ങനെ ആ ഒരു നൊസ്റ്റാൾജിയാണ് ആക്ച്വലി ഈ ഒരു കവിതയിലൂടെ പങ്കുവെക്കുന്നത്. ഇന്ന് ഗ്രാൻഡ് മദേഴ്സിന്റെ ഹൗസിൽ പോയതല്ല, പണ്ട് കാലത്ത് പോയ ആ ഒരു ഓർമ്മകള്. ഇന്ന് മുത്തശ്ശി ജീവിച്ചിരിപ്പില്ല, അപ്പൊ മുത്തശ്ശിയെ കുറിച്ച് ആലോചിക്കുന്നു, അവരുടെ നഷ്ടങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു, ആ വീട്ടിൽ ജീവിച്ചിരുന്നപ്പം താൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. തനിക്ക് ഒരുപാട് പേര് തന്നെ സ്നേഹിക്കാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്നേഹിക്കുന്നത് മുത്തശ്ശിയാണ്. ഓക്കെ, സ്നേഹിക്കാനുണ്ടായിരുന്നു, എനിക്ക് അവിടെ നല്ല പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം ഉണ്ടായിരുന്നു. ഇന്ന് മുത്തശ്ശി ജീവിച്ചിരിപ്പില്ല, ആ വീട്ടിൽ ഇന്ന് ആരും ജീവിക്കുന്നില്ല. അപ്പൊ അവിടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ ഒക്കെയാണ് ഈ കവിതയിലൂടെ ത്രൂ ഔട്ട് കമല സുരയ്യ പറയുന്നത്. ഓക്കെ, സോ ഓട്ടോബയോഗ്രഫിക്കൽ എലിമെന്റ്സ് ആണ്. ഓട്ടോബയോഗ്രഫിക്കൽ എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആത്മകഥാ സാരാംശമുള്ള ഒരു കവിതയാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ബൈ കമല സുരയ്യ. ഓക്കെ, സോ എന്തൊക്കെയാണ് ഉള്ളതാണ് ചോദിക്കുന്നത്. പേഴ്സണൽ മെമ്മറീസ് ഉണ്ട്, കാരണം മുത്തശ്ശിയായിട്ടുള്ള പേഴ്സണൽ മെമ്മറീസ്, മുത്തശ്ശി ആ ഒരു വീടിൽ അവിടെ ഉണ്ടായിരുന്നതും, ആ ഒരു വീട്ടിൽ അവർ താമസിച്ചിരുന്നതും, അവർ വായിച്ച പുസ്തകങ്ങളും, അവരിരുന്ന എന്താ പറയാ ഉമ്മറക്കോലായും, അതുപോലെ തന്നെ അവരുടെ എന്താ പറയാ ജനവാതിലുകളും, അതിലൂടെ അവരെ അനുഭവിച്ച കാറ്റും ഒക്കെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ ആര് പറയുന്നുണ്ട്, കമല സുരയ്യ പറയുന്നുണ്ട്. ഓക്കെ, സോ അടുത്തത് സെൻസ് ഓഫ് ബിലോങ്ങിങ്. Thus express a profound sense of belonging and attachment to her grandmother and her home. The warmth and comfort associated with her grandmother's house reflect thus own's experience of love and security during this reflect thus own experience of love and security during her formative years, contrasting with the alienation she later feels. അപ്പൊ അവർക്ക് ഇപ്പൊ ആ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നില്ല, കാരണം മുത്തശ്ശി മരിച്ചു, ഇപ്പൊ സ്നേഹിക്കാൻ ആരും ഇല്ല, സ്നേഹിക്കപ്പെടാത്ത ഒരു തോന്നല് ആർക്ക് ഉണ്ടാവുന്നുണ്ട്, കമല സുരയ്യക്ക് ഉണ്ടാവുന്നുണ്ട്. Theme of loss and longing. The poem captures the theme of loss and longing, reflecting thus feeling about the passage of time and inevitability of the change എന്ന് പറയുന്നു. Okay, പിന്നെ exploration of identity കുറിച്ച് പറയുന്നുണ്ട്, cultural context കുറിച്ച്. Finally, the grandmother's house serves a poignant exploration of Kamala Das' personal memories, emotions and cultural identity. The autobiographical elements in poem enhance its emotional depth, allowing readers to connect with the universal theme of love, loss and search of belonging. Okay, so ഇത്രയാണ് നമുക്ക് ബേസിക്കലി ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ പറയാനുള്ളത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒരു ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയാ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എസ്സേ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇസ് ഡിഫൈൻ ബലാഡ്. വാട്ട് ഇസ് ബലാഡ്? A ballad is a form of verses, often a narrative set to music. Ballads derived from the medieval French chanson ballad or ballade, which were originally dance songs. Ballads were particularly characteristics of the popular poetry and songs of Great Britain and Ireland from the late Middle Ages until the 19th century. They were widely used across Europe and later in Australia, North Africa and North America and South America. Ballad എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണെന്നറിയോ, നമ്മള് പാട്ടാണ്, ഒരു കൈൻഡ് ഓഫ് പാട്ടിനെയാണ് നമ്മൾ ബലാഡ് എന്ന് പറയുക. പക്ഷെ ആ ഒരു പാട്ടിലൂടെ ഒരു കഥ, ഒരു നറേഷൻ അവിടെ ഉണ്ടാകും. ഓക്കെ, നമ്മൾ ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയാറുണ്ട്, എന്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയാറുണ്ട്, നാടോടി നൃത്തങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ മക്കളെ? നാടോടി നൃത്തങ്ങളുടെ ആ ഒരു അതിൽ പറയും, ഒരു പാട്ട് പോലെയാണെങ്കിൽ കൂടി അതിലൊരു കഥ അവർ ആക്ച്വലി പറയുന്നുണ്ട്. അത് തന്നെയാണ് ഒരു ബലാഡ് എന്ന് പറയുന്നത്. Okay, so a narrative set to music എന്നുള്ളതാണ് പറയുന്നത്. Okay, Great Britain, Ireland, late Middle Ages, 19th century ഒക്കെ ഇത് ആക്ച്വലി കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു, എന്ത് ബലാഡ് എന്ന് പറയുന്നത്. Okay, last question. I think this would be the last question അല്ല തോന്നുന്നു. Okay, so Lycidas as a pastoral elegy. Lycidas, ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവായിക എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവായിക ഉണ്ടെങ്കിൽ ഒന്ന് പറയാ, ഒന്നും കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇത്ര മാത്രമൊന്നല്ല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു 1 hour ലൈവ് സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ചോദ്യങ്ങളെല്ലാം വളരെ റെലവെന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും. എന്തായാലും എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കാതിരിക്കില്ല. ഇതുപോലെയുള്ള ഇനി ലൈവ് ക്ലാസ് ഒരുപാട് ഉണ്ടാകും, അതിൽ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? Okay. So Lycidas as a pastoral elegy. Okay, Lycidas as a pastoral elegy. ആരുടെ കവിതയാണ് Lycidas? By John Milton. John Miltonന്റെ കവിതയാണ്. ബേസിക്കലി എന്താണ് എലിജി എന്ന് പറയുന്നത്? എലിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മരണത്തിൽ കൊമമറേറ്റ് ചെയ്ത് വിഷമിച്ച് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു കവിതേനെയാണ് നമ്മൾ പാസ്റ്ററൽ എലിജി എന്ന് പറയുന്നത്. പാസ്റ്ററൽ എലിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് ഓഫ് എന്തുള്ളത് ഈ പറഞ്ഞിട്ടുള്ള കൺട്രി സൈഡ് റെപ്രസെന്റേഷൻ, അതുപോലെ തന്നെ ഷെപ്പേർഡ്സിന്റെ ജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്നതിനാണ് പാസ്റ്ററൽ എലിജി എന്ന് നമ്മൾ പറയുന്നത്. സോ ലിസിഡസ് റിട്ടൺ ബൈ John Milton is a quintessential example of pastoral elegy. Pastoral elegy വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് മിൽട്ടന്റെ ലിസിഡസ് എന്ന് പറയുന്നത്. So the genre typically mourns the death of a shepherd or a pastoral figure, reflecting themes of lost nature and the interplay between the rural landscape and human emotions. The key features of Lycidas as a pastoral elegy. Okay. So എന്തൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ എന്താണ് ഈ പാസ്റ്ററൽ എലിജി ലിസിഡസിന്റെ കീ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ മോർണിംഗ് ആൻഡ് ഗ്രീഫ് എന്ന് പറഞ്ഞു. ബേസിക്കലി എന്താണ്? വിഷമിച്ചുകൊണ്ട് എഴുതുന്നതാണ് അല്ലെ, വിഷമിച്ചുകൊണ്ട് എഴുതുന്ന ഒരു കവിതയാണ്. സോ മോർണിംഗ് ആൻഡ് ഗ്രീഫ്, ദ പോയം ഇസ് ആൻ എലിജി ഫോർ എഡ്വാർഡ് കിങ്, ഫെല്ലോ സ്റ്റുഡന്റ്. അതായത് ലിസിഡസ് എന്ന് പറഞ്ഞിട്ടുള്ള കവിത അദ്ദേഹത്തിന്റെ കൂടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കിങ് എഡ്വാർഡ് എന്ന് പറയുന്നത്. അദ്ദേഹം മരിക്കുകയാണ്, ഒരു മുങ്ങിത്താന്ന് മരിക്കുകയാണ്. സോ ആ ഒരു സാഹചര്യത്തില് ഇവർ എന്ത് ചെയ്യുന്നു? ആ ഒരു എക്സ്പ്രസ്ഡ് ഡീപ് സോറോ ഇവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി മിൽട്ടനോട് ഒരു കവിത എഴുതാൻ പറയുന്നത്. അങ്ങനെയാണ് മിൽട്ടൺ ഒരു കവിത എഴുതുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലിജീസ് എന്ന് പറയുന്നത്. ഓക്കെ, പാസ്റ്ററൽ എലിജി എന്ന് പറയുമ്പോൾ ഒരുപാട് നാച്ചുറൽ ഇമേജറിയും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഷെപ്പേർഡ്സിന്റെയും അതുപോലെ തന്നെ പാസ്റ്ററൽ സെറ്റിംഗ്സ് നമ്മൾ ഇവോക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പാസ്റ്ററൽ എലിജി എന്ന് നമ്മൾ പറയാ. മനസ്സിലായോ? ഇനി ഓക്കെ, സോ പാസ്റ്ററൽ ഇമേജറി എന്താണ്? പാസ്റ്ററൽ ഇമേജറി എന്ന് ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അടുത്തത് സിംബോളിസം ഓഫ് ദ ഷെപ്പേർഡ്സ് എന്ന് പറയുമ്പോൾ, ദ ഷെപ്പേർഡ് ഇസ് എ കോമൺ ഫിഗർ ഇൻ പാസ്റ്ററൽ ലിറ്ററേച്ചർ റെപ്രസെന്റിംഗ് ബോത്ത് ദ പോയിറ്റ് and the deceased. Milton portrays king as a shepherd who has been taken too soon, enhancing the sense of personal loss, divine intervention and redemption. Milton introduced themes of divine justice and the hope of eternal life. അപ്പോൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. ലിസിഡസ് എന്ന് പറയുന്നത് ജോൺ മിൽട്ടന്റെ കിങ് എഡ്വാർഡ് മരിച്ചതോടുകൂടി ബന്ധപ്പെട്ട് അദ്ദേഹം മിൽട്ടൺ എഴുതുന്ന ഒരു എലിജിയാണ്. പക്ഷെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ പാസ്റ്ററൽ എലിജി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് വളരെ വ്യക്തമാക്കി നമ്മൾ കൊടുക്കേണ്ടത്. ചോദ്യം ഇങ്ങനെ ചോദിക്കുന്ന സമയത്തും നിങ്ങൾ കൊടുക്കേണ്ട ആൻസേഴ്സ് ഈ രീതിയിലാണ്. സോ അവിടെ എന്തൊക്കെയുണ്ട്? എന്താണ് പാസ്റ്ററൽ ഇമേജറി എന്ന് പറയണം. എന്താണ് ആസ് എ എലിജി ഇറ്റ് ഷുഡ് ബി മോർണിംഗ് ആൻഡ് ഗ്രീഫ് ആവണമല്ലോ, വിഷമിച്ചുകൊണ്ട് പറയുന്നതാണല്ലോ. പിന്നെ ഷെപ്പേർഡിന്റെ സിംബോളിസം എന്തൊക്കെയാണ്, എന്തൊക്കെ ഫിലോസഫിക്കൽ റിഫ്ലക്ഷൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്, അതുപോലെ തന്നെ മ്യൂസിക്കൽ എലിമെന്റ്സ് എന്തൊക്കെയാണ്. ദ പോയം എംപ്ലോയ്സ് എ ലിറിക്കൽ ക്വാളിറ്റി with rhythmic patterns and musicality that enhance its emotional depth and typical of the pastoral elegy. അപ്പോൾ ഒരു പാസ്റ്ററൽ എലിജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കവിതയാണ് മിൽട്ടന്റെ ലിസിഡസ് എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് ഫിലോസഫി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, ഒരുപാട് മറ്റ് ടേംസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിംബോളിസം ഓഫ് ഷെപ്പേർഡ്സ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് മിൽട്ടന്റെ ലിസിഡസ് എന്ന് പറയുന്നത്. സോ ഇൻ ലിസിഡസ് Milton effectively combines a personal grief with universal themes, creating a rich tapestry of emotion and reflection.
As a pastoral elegy, it not only mourns the loss of a friend, but also invites contemplation on life, death and the enduring power of poetry. ഒരു എലിജി എന്ന് പറയുമ്പോൾ ഒരാൾ മരിച്ചപ്പോൾ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് മരിച്ചു, നമുക്ക് കുറെ കാലത്തേക്ക് വല്ലാത്തൊരു ഡെസ്പറേറ്റ് മൊമെന്റിലായിരിക്കും, നമ്മൾ വളരെ വലിയൊരു വിഷമത്തിലായിരിക്കും. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് ഓർത്ത് എഴുതുന്ന ഒരു കവിതയാണ്. അപ്പൊ അതിൽ അദ്ദേഹത്തിന്റെ നല്ല വശങ്ങൾ ഉണ്ടാകും, നമ്മളുമായിട്ട് ചെലവഴിച്ച മെമ്മറീസ് ഉണ്ടാകും അല്ലെ, ആ ഒരു വ്യക്തി മരിച്ചതോടുകൂടി നമുക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. ഓക്കെ, സോ ആ ലിസിഡസ് എന്ന് പറഞ്ഞിട്ടുള്ള മിൽട്ടന്റെ ഈ ഒരു കവിതയില് അദ്ദേഹം അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സണൽ ഗ്രീഫിനെ കുറിച്ച് പറയുന്നുണ്ട്, യൂണിവേഴ്സൽ തീംസിനെ കുറിച്ച് പറയുന്നുണ്ട്, ആ ഒരു ഇമോഷൻ റിഫ്ലക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ ഇറ്റ് ഈസ് നോട്ട് ഓൺലി മോൺസ് ദ ലോസ് ഓഫ് എ ഫ്രണ്ട്, അതായത് ഒരു ഫ്രണ്ട് മരിച്ചതിൽ ദുഃഖിതനാവുന്നത് മാത്രമല്ല, ദുഃഖിതനാവുന്നത് മാത്രമല്ല മറിച്ച് ഇതിന് വലിയൊരു പവറും കൂടി അദ്ദേഹത്തിന്റെ ലൈഫ് ആൻഡ് ഡെത്ത് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും അത്തരത്തിലുള്ള എല്ലാ ബൈനറീസിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ആര് പറയുന്നുണ്ട്, മിൽട്ടൺ ലിസിഡസിൽ പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇവിടെ ആക്ച്വലി ഡിസ്കസ് ചെയ്തത്. ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ഏരിയയിലും എടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി ഇങ്ങനെയുള്ള ലൈവ് സെഷൻസ് ഒരുപാട് വരും. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ എനിക്കൊരു ഐഡിയ തരിക. കാരണം നമ്മൾ 1 മണിക്കൂർ നേരം ഇരുന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ കേട്ടോ. അപ്പം ഒരിക്കൽ കൂടി ക്രാഷ് കോഴ്സിനെ കുറിച്ച് പറയാം. 30 days ക്രാഷ് കോഴ്സ് ആണ്. ക്രാഷ് കോഴ്സിൽ ഗുരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കിട്ടുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ആക്സസിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾക്കായി ഈ ഒരു 2 നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ വെരി സൂൺ ഉണ്ടാവും. ഓക്കെ, അല്ലാതെ നമ്മുടെ സ്റ്റുഡൻസിന് നമ്മൾ അല്ലാതെ ഇനി ഗൂഗിൾ മീറ്റ് ലൈവോ സൂം ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പം അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. പിന്നെന്താ, നോട്ട്സ് ഞാൻ ഗ്രൂപ്പിൽ സ്റ്റുഡൻസിന് തരാം കേട്ടോ മക്കളെ. ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ പഠിക്കും. നമ്മൾ പിന്നെ കൂടുതൽ എഫേർട്ട് എടുത്ത് പിന്നെ ആ ഒരു ഏരിയ ഒന്നും അധികം നോക്കേണ്ടി വരില്ല. ഇപ്പൊ ടെലിഫോണിക് കോൺവെർസേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ലിസിഡസ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലാവും. സോ ബേസിക്കലി ഇതൊക്കെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ നിങ്ങൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് വെക്കണം. ഒരു അല്ലെ നമ്മൾ പറയാറില്ല, അപ്പൊ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ കുറെ വേണം, അതിന് നിങ്ങൾ കുറെ വായിക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ട്. മനസ്സിലായോ? അത് മാത്രമല്ല എന്നാൽ പോലും നമ്മളത് ബേസിക്കലി അറിഞ്ഞിരിക്കണം. ചാപ്റ്റർ വൈസ് സെക്ഷൻ ഉണ്ടാവും. ചാപ്റ്റർ വൈസ് സെക്ഷൻ നമ്മൾക്ക് സൂം ലൈവ് ക്ലാസ്സുകളിൽ ഉണ്ടാവും. ഓക്കെ, സൂം ലൈവ് ക്ലാസ്സിന്റെ ഇതിലുണ്ടാകും, അതിലുണ്ടാകും സൂം ലൈവ് ക്ലാസ്സുകളിൽ. ഇപ്പൊ അല്ലാതെ നമ്മളെ സ്റ്റുഡൻസിന് സൂം ലൈവില് ഇപ്പൊ ഫസ്റ്റ് 2-3 യൂണിറ്റിന്റെ ക്ലാസ്സുകൾ, ഒരു ഫസ്റ്റ് ബ്ലോക്കിന്റെ ക്ലാസ്സുകളൊക്കെ അവർക്ക് ഓൾമോസ്റ്റ് ആയി. അതുപോലെ ഇനിയും ക്ലാസ്സുകൾ ഉണ്ടാകും. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ലൈവ് സെഷൻസ് കൂടുതലായിട്ട് ഇനി എല്ലാ സബ്ജക്റ്റിന്റെയും ഉണ്ടാകും. ഇതുപോലെ തന്നെ ഇനിയിപ്പോ അടുത്തത് ബികോമിന്റെ ക്ലാസ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഇംഗ്ലീഷിന്റെ ക്ലാസ് വരും. ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ അല്ലെ, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷന്റെ ക്ലാസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മലയാള സാഹിത്യത്തിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പം ഈ ലൈവിൽ കയറിയ കുട്ടികൾ എന്തായാലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഓൾറെഡി നിങ്ങൾക്ക് നമ്മൾ ഇവിടെ ഷെഡ്യൂൾ ചെയ്ത ഡേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് വെക്കുക. അപ്പൊ ഇന്ന ദിവസം ലൈവ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്തായാലും തലേ ദിവസം തന്നെ അല്ലെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈവ് സെഷനിൽ കയറുക. മാക്സിമം ലൈവില് ആൾക്കാരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ബേസിക്കലി ലൈവ് സെഷൻസ് ഒക്കെ ചെയ്യുന്നത്, ക്ലാസ് ആണെങ്കിലും ഒക്കെ. അപ്പൊ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. കുറേയൊക്കെ നമ്മൾ ഈ ലൈവ് സെഷനിൽ പഠിക്കും അല്ലെ ശ്രുതി, നമ്മൾ പഠിക്കും. നമുക്കതൊരു മനസ്സിൽ ഓർമ്മയുണ്ടാവും. നമ്മൾ എത്ര പുസ്തകം എടുത്ത് വായിച്ചാലും എത്ര ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചാലും ഒന്നും നമുക്ക് കിട്ടാത്തത് കുറെ ലൈവ് സെഷനിലൂടെയൊക്കെ നമുക്ക് നല്ലൊരു ഐഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പരീക്ഷയ്ക്ക് ഓർമ്മ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ലൈവ് സെഷൻ ഒക്കെ നമ്മൾ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ലൈവില് മാക്സിമം ജോയിൻ ചെയ്യുക, ലൈവില് പഠിക്കുക എന്നൊക്കെ ഉള്ളത് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ
ഇപ്പൊ പറഞ്ഞിട്ടുള്ള അപ്പോസ്ട്രോഫിയും മൊറാലിറ്റി പ്ലേയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി വിറ്റ്സും അല്ലെ, അതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ല എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു 2 ലൈൻ എഴുതാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് മാക്സിമം പാസ് മാർക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് തന്നെയാണ് നമുക്ക് ബേസിക്കലി പറയാനുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം സെഷൻ വൈൻഡ് അപ്പ് ചെയ്തോടെ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അമ്പിളി ഇവിടെ ഉണ്ടായിരുന്നു. വേറെയുള്ള രംശ എവിടെ പോയി? അശ്വതി, വേറെ കുറെ പേര് ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഉണ്ട്. ഓക്കെ, ആരൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു. താങ്ക് യു അശ്വതി, താങ്ക് യു. അപ്പൊ നമുക്ക് സെറ്റ് ആക്കിയിട്ട് പഠിക്കാം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല, കൂടുതൽ നിങ്ങളിപ്പോ ഇംഗ്ലീഷിന്റെ സ്റ്റുഡൻസ് ആയിരിക്കുമല്ലോ, എല്ലാവരും ഇതിലെ BA ഇംഗ്ലീഷിന്റെ സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പൊ ഇനി ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ലൈവ് വരും, മാസ് കമ്മ്യൂണിക്കേഷന്റെ ലൈവ് വരും, അതുപോലെ തന്നെ മലയാളം പോലുള്ള ക്ലാസ്സിന്റെ ലൈവ് വരും. പിന്നെ എക്സാമിനോട് അനുബന്ധിച്ച് നമ്മൾ PYQ സെഷൻസ് ചെയ്യുന്നുണ്ടാവും. അത് എക്സാമിന്റെ ഒരാഴ്ച മുന്നേ വരെ നിങ്ങൾക്ക് PYQ സെഷന്റെ ക്ലാസ്സുകൾ ഉണ്ടാകും. അപ്പം ആ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യും. Okay, അപ്പോൾ thank you so much for this wonderful evening. Thank you so much for the patience. Thank you so much for the kind words. എല്ലാത്തിനും thank you. Okay, അപ്പോൾ good night. Thank you. Next section ൽ കാണാം. Bye bye.